യുദ്ധക്കളത്തിൽ അർജുനൻ മരിച്ചു കിടന്നു. ബാബുർവാഹനന്റെ മാരകമായ അമ്പ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തറച്ചിരുന്നു. ഭീമൻ പരാജയപ്പെട്ടിരിക്കുന്നു. കർണന്റെ മകനായ വൃഷകേതു ബാബുർവാഹനാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാണ്ഡവ സൈന്യം ഭയത്താൽ ശ്വാസം മുട്ടി. അപ്പോഴാണ് ചിത്രാംഗത ആ രംഗം കണ്ടത്. അവൾ ഭയന്ന് നിലവിളിച്ചു. ബാബുർവാഹനാൽ കൊല്ലപ്പെട്ടത് തന്റെ ഭർത്താവായ അർജുനനെയാണ്. ബാബുർവാഹനന്റെയും പാണ്ഡവ സൈന്യത്തിന്റെയും അമ്പരന്ന മുഖങ്ങൾ ചിത്രാംഗതയെ എതിരേറ്റു. അവൾ അലറി, "മകനെ, നീ നിന്റെ സ്വന്തം പിതാവായ അർജുനനെയാണ് കൊന്നിരിക്കുന്നത്." ബാബുർവാഹനൻ ഞെട്ടിപ്പോയി. അറിയാതെ ഇത്രയും ഗുരുതരമായൊരു തെറ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ആ നിമിഷം ഒരു നാഗസ്ത്രീ സംഭവസ്ഥലത്തെത്തുന്നു. അവൾ അർജുനന്റെ മറ്റൊരു ഭാര്യയായ ഉലൂബിയായിരുന്നു. ചിത്രാംഗതയെയും ബാബുർവാഹനെയും നോക്കി അവൾ ഊഷ്മളമായി പുഞ്ചിരിച്ചു. ചിത്രാംഗത വിലപിച്ചു, "അല്ലയോ സ്ത്രീയെ, ഭർത്താവിന്റെ മരണത്തിൽ വിലപിക്കുന്നൊരു ഭാര്യയെ നീ കാണുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. നീ ആരാണ്?" "ഞാൻ ഉലൂബിയാണ്. നിന്റെ ഭർത്താവ് എന്റേതുമാണ്." ഉലൂബി ബാബുർവാഹനും ചിത്രാംഗതയ്ക്കും താൻ കൊണ്ടുവന്ന രത്നം കാണിച്ചു കൊടുത്തു. "ഇതാണ് നാഗമണി. എത്ര കഠിനമായ രോഗത്തിൽ നിന്നും ആരെയും സുഖപ്പെടുത്താൻ ഇതിന് കഴിയും. മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവിതിനുണ്ട്." അങ്ങനെ പറഞ്ഞുകൊണ്ട് നാഗമണി ഉപയോഗിച്ച് ഉലൂബി അർജുനനെ സുഖപ്പെടുത്തുന്നു. തന്റെ ജീവൻ രക്ഷിച്ച ഉലൂബിയെ അർജുനൻ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു. എട്ടാമത്തെ വസുവായ ഭീഷ്മരുടെ പതനത്തിന് ഉത്തരവാദിയായതിനാൽ സ്വന്തം മകനാൽ തന്നെ അർജുനൻ കൊല്ലപ്പെടുമെന്ന് വസുക്കളും ഗംഗയും ശപിച്ചിട്ടുണ്ടെന്നും ഈ സംഭവത്തോടെ അർജുനന് ശാപമോചനം ലഭിച്ചുവെന്നും അവൾ ചിത്രാംഗതയോടും ബാബുർവാഹനോടും പറയുന്നു.